അതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ള ഒരാള് ഞാൻ അവന്റെ അടുത്ത് ആ വീഡിയോ ഇട്ടപ്പോ എന്നെ പറഞ്ഞു നിന്റെ ലൈസൻസ് പോകും പെട്ടെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആളത് കേട്ടില്ല. സഞ്ജുവോ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ നിന്റെ വിളിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. എടാ നീ അന്ന് മറ്റേ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയില്ലേ വണ്ടിയില്, അതിനെ പറ്റിട്ട് നിനക്ക് ഓർമ്മ വരുമ്പോ ഇപ്പൊ എന്തിട്ടാ തോന്നുന്നത്? ഒരു അവറിയാണ്ട് ചെയ്ത് ഞാന് ഇവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. ആർക്കായാലും അബദ്ധം പറ്റും. അറിയാണ്ട് ചെയ്താ മനഃപൂർവ്വം അങ്ങനെ ചെയ്യണ കുട്ടിയല്ല. ഹായ് സെഞ്ചുട്ടേക്ക്, ഐ വിൽ മീറ്റ് യു സം ടൈം സൂൺ. ഹായ് ബൈ. ശരിടാ ഞാൻ വിളിക്കാം. സഞ്ജുട്ടേക്കാണോ ചേട്ടന്റെ ഫേവറേറ്റ് ഓട്ടോമോട്ടീവ്? അല്ല, ഞാന് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ട്, കൂട്ടുകാരന്മാരാണ്. മീൻസ് യൂട്യൂബിൽ നിന്ന് എനിക്ക് അങ്ങനെ വലിയൊരു ഗ്യാങ്ങിനെ കിട്ടി. കൂടെ പഠിച്ച പോലെ തന്നെ കൂടപ്പിറപ്പ് എന്നൊക്കെ പറയാവുന്ന ആരൊക്കെയാണ് അതിലുള്ളത്? റോഷൻ, സഞ്ജു, ഒട്ടുമിക്ക എല്ലാവരും ഉണ്ട്. പിന്നെ കാസർഗോഡ് മുതല് ട്രിവാൻഡ്രം വരെ ഉണ്ട്. യൂട്യൂബ് ഫാമിലി ഫാമിലി ആയിട്ട് തന്നെ കാണുന്നത്. മീൻസ് അവരൊക്കെ മീൻസ് നമുക്ക് ഇതുവരെ പൊട്ടായിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ല. ദിലീപ് PG കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും എടുത്ത് പറയാത്ത തന്നെ വലിയ പണങ്ങ വരും. എല്ലാവരുമായിട്ട് നല്ല കണക്ഷനാണ്. ചേട്ടൻ എങ്ങനെയാണ് ഒരു റിവ്യൂ ഒരു വണ്ടിനെ പറ്റിയിട്ട് ചെയ്യുമ്പം അതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നത്? ഞാൻ ആദ്യമേ തന്നെ ആ വണ്ടി അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കും ഗൂഗിളില്. മീൻസ് അതിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ടിയുടെ ഷേപ്പ് ഡിസൈനിങ്ങും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. മീൻസ് ഞാൻ ഈ സെഗ്മെന്റിൽ പെട്ടുള്ള മറ്റുള്ള വണ്ടികൾ വെച്ചിട്ട് ഇതിന് എന്താണ് സ്പെഷ്യൽ, ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താണ് ഉപകാരം, ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം, ഡെയിലി യൂസിന് പറ്റുമോ, വീക്കിലി ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാണോ, കുറേ കാര്യങ്ങൾ നോക്കും. സീറ്റിന്റെ കംഫർട്ട് മുതൽ ടയറിന്റെ ബ്രാൻഡ് വരെ നോക്കും. എന്നിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. എന്നിട്ട് ഞാൻ ആ പ്രൈസ് റേഞ്ച് വെച്ച് ഇതിനെ കമ്പയർ ചെയ്യും. അതാണ് എനിക്ക് ഇത്ര അധികം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. എനിക്കിതൊക്കെ ആക്ച്വലി ഇപ്പൊ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞു തരും. അതായത് ആദ്യത്തെ തന്നെ നമ്മളെ വീക്ക്നെസ് കയറി പിടിച്ചു. അതായത് നിങ്ങൾ ബ്യൂട്ടി പ്രോഡക്ട്സ് നോക്കും. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ഓർമ്മ എന്നറിയാം, ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ക്രീം നോക്കണം, ഞങ്ങളിങ്ങനെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കും. അതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടാ. നൈസ് ടു മീറ്റ് യു. ഇത് കുറെ നമ്മളെ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ ഓരോ യൂണിവേഴ്സിൽ പെട്ടിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് കരുതാം. മീൻസ് അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അതില് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് വണ്ടികളെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടയറിന്റെ ബ്രാൻഡ് എന്ന് വെച്ചാൽ ആര് ശ്രദ്ധിക്കും? നോർമൽ ആയിട്ടുള്ള ഒരാള് ഈ കാറിന് കിടക്കുന്ന ടയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്ക് പോലും ഇല്ല. ഇത് ഞങ്ങളൊരു വേറൊരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സ് ആണ്. ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണ തന്നെ വണ്ടി ഓടിക്കാനുള്ള ഒരു റീസൺ ഉണ്ടാകും. ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ ബൈക്കും കൊണ്ട് പോണവരുണ്ടായിരിക്കും, ബസ്സിൽ പോണവരുണ്ടായിരിക്കും, ഫ്ലൈറ്റിൽ പോണവരുണ്ടായിരിക്കും. ഇപ്പൊ എന്നെ ബാംഗ്ലൂർക്ക് ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് കാർ എടുത്തിട്ട് പോയി. എനിക്ക് അവർ പറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരാം. പക്ഷെ എനിക്കൊരു തൃപ്തി വരില്ല, ഒരു സന്തോഷമില്ല. ഇപ്പൊ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവില്ല, അല്ലെങ്കിൽ ഒരു വിഷമം. ഞാൻ ആദ്യം വണ്ടിയിൽ ഇറങ്ങിയത് ഇങ്ങനെ ബാത്റൂം എവിടെ അത് ഇപ്പോഴും അത് മൈൻഡിൽ വരുവേ. അതാണ് ഏറ്റവും വൃത്തിയായിട്ട അവസ്ഥ. നമ്മുടെ ഗ്രീൻ ഹൗസിലെ ചെക്കൻ എല്ലാരും കൂടി ഇട്ട് ട്രോളില്ലേ കണ്ടോ? അരുൺ അയ്യോ, ഞാൻ എനിക്ക് വണ്ടിയുടെ പ്രശ്നം മാത്രമല്ലോ. ഞാൻ വേറൊരാളിങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. അപ്പൊ അത് വേറൊരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സ് അല്ലേ. ആളെ നമ്മളെ പ്രേരിപ്പിക്കണ പോലെ എനിക്ക് തോന്നിയിരിക്കണത്.